ബിജെപി തൃശൂർ സിറ്റി ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ പരിഹാസ ബോർഡുമായി KSU. കള്ളപ്പണ സ്വീകരണ വിതരണ മൊത്തക്കച്ചവട കേന്ദ്രം എന്ന ഫ്ലക്സ് ബോർഡാണ് സ്ഥാപിച്ചത്. തെരഞ്ഞെടുപ്പ് കാലത്ത് തൃശൂരിലെ BJP ഓഫീസിൽ 17 ചാക്കുകളിലായി കള്ളപ്പണം എത്തിയെന്ന മുൻ ഓഫീസ് സെക്രട്ടറി P. അക്ഷയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് KSUവിന്റെ പ്രതിഷേധം. ജേസൺ ചാമ്പോളപ്പിൽ വിവരങ്ങളുമായി ചേരുകയാണ്. ജേസൺ, വഴിയടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കള്ളപ്പണ സ്വീകരണ വിതരണ മൊത്തക്കച്ചവട കേന്ദ്രത്തിലേക്കുള്ള വഴി എന്ന ബോർഡാണ് സ്ഥാപിച്ചിരിക്കുന്നത്. മാധു, തീർച്ചയായും ഇന്ന് ഏകദേശം 1 മണിക്കൂർ മുമ്പാണ് KSUവിന്റെ നേതൃത്വത്തിൽ KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരിന്റെ നേതൃത്വത്തിലാണ് ഇത്തരം ഒരു പോസ്റ്റർ BJP ഓഫീസിന് സമീപത്ത് വലിയ ബാനർ കിട്ടുന്നത്. അത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് BJP ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ഓഫീസ് സെക്രട്ടറി അക്ഷയ് ഇത് സംബന്ധിച്ച വലിയ ഗുരുതരമായ ആരോപണം 17 ചാക്കുകളിലായി നോട്ട് കെട്ടുകൾ കൊണ്ടുപോകുന്നു എന്ന ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നത്. ഇതിന്റെ പ്രതിഷേധം എന്ന നിലയിലാണ് ഗോകുൽ ഗുരുവായൂർ നേതൃത്വത്തിൽ ഈ സമരം സംഘടിപ്പിച്ചത്. ഈ പ്രതിഷേധ സമരത്തെ തുടർന്ന് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന തൃശൂർ DCC ഓഫീസിലാണ്. തൃശൂർ DCC ഓഫീസിന്റെ പുറത്ത് വലിയ തോതിൽ പോലീസ് എത്തിയിട്ടുണ്ട്. 3-4 വാഹനങ്ങളിലായി പോലീസ് എത്തിയിട്ടുണ്ട്. DCC ഓഫീസിന് സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗോകുൽ ഗുരുവായൂർ ഇവിടെയുണ്ട്. സ്വാഭാവികമായി ഇത്തരമൊരു പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ഗോകുൽ ഗുരുവായൂർ നേരത്തെ പരാതി നൽകിയിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കുന്നില്ല എന്ന ഒരു ആരോപണമുണ്ട്. എന്താ നിങ്ങൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനം ഇപ്പോൾ എന്തായിരുന്നില്ല? അതോടൊപ്പം തന്നെ ഇന്ന് പതിച്ച പോസ്റ്റർ, ആ ബാനർ, എന്തുകൊണ്ട് ഈ സമയത്ത് അങ്ങനെ ഒരു പോസ്റ്റർ പതിക്കുന്നത്? നമ്മൾ ഓൾറെഡി ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു ആരോപണം ഈ മുൻ ഓഫീസ് സെക്രട്ടറി അക്ഷയുടെ ഭാഗത്തു നിന്നുണ്ടായ സമയത്ത് തന്നെ നമ്മൾ മെയിൽ വഴി പരാതി DGP ഉൾപ്പെടെയുള്ള പോലീസിന് ഉന്നത ആളുകൾക്ക് അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അടുത്ത ദിവസത്ത്, അതായത് 2 ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയ SIമാരുടെ സ്ഥാനമാറ്റവുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം നിൽക്കുന്ന കാരണമാണ് മൊഴിയെടുക്കാനും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് അറിയിക്കുകയും ചെയ്തു. അപ്പോൾ അതിനെ മൊഴിയെടുക്കാനും മറ്റുമായി വിളിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ ഇവിടെ വീണ്ടും ചെയ്യാൻ കാരണം വെച്ചാൽ ഈ ഒരു കേസ് മായ്ച്ച് കളയാനായിട്ടുള്ളൊരു ശ്രമം, ഓർമ്മയിൽ നിന്ന് മായ്ച്ച് കളയാനുള്ള ഒരു ശ്രമം BJP പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അതങ്ങനെ മായ്ച്ച് കളയാൻ തയ്യാറല്ല എന്നുള്ളതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധമായിട്ട് ഇന്ന് നമ്മൾ കടന്നു വരാൻ കാരണം. സ്വാഭാവികമായിട്ടൊരു BJP ഓഫീസിന്റെ മുൻപിൽ അത്തരമൊരു ബാനർ കിട്ടുമ്പോൾ അതിൻ്റെ ഒരു ഗുരുതരമായ പ്രത്യാഘാതമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, ഇത്രയും ഒരു ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യ രീതിയിൽ നടക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പ് നടക്കേണ്ട സമയത്ത് അതിനെ ഈ പറയുന്ന രീതിയിൽ കള്ളപ്പണം ഉപയോഗിച്ച് അട്ടിമറിക്കാൻ ശ്രമിച്ചവരുടെ ഭാഗത്തു നിന്ന് എന്തായാലും സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മുൻകൂട്ടി കണ്ടു തന്നെയാണ്. എന്നാലും ഒരടി പോലും പുറകോട്ട് പോയില്ല എന്നുള്ളത് തന്നെയാണ് തീരുമാനം. പ്രതിഷേധം തുടരാൻ തന്നെ തീരുമാനം? അതെ, വീണ്ടും തുടരാൻ തന്നെയാണ് തീരുമാനം. ഏതായാലും മാധു, ഇപ്പം നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോയി കൂടുതൽ പോലീസ് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ BJPയുടെ നേതൃത്വത്തിൽ DCC ഓഫീസിലേക്ക് ഒരു മാർച്ച് ഉണ്ടാകുമെന്ന ഒരു അറിയിപ്പ് പോലീസ് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തൃശൂർ DCC ഓഫീസിന് പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം തുടരാൻ തന്നെയാണ് KSUവിന്റെ തീരുമാനമെന്നാണ് അവർ അറിയിക്കുന്നത്. സ്വാഭാവികമായും മുൻ BJPയുടെ ഓഫീസ് സെക്രട്ടറി നടത്തിയ ആരോപണത്തിൽ അന്വേഷണം നടക്കുന്നില്ല, ഇത്ര കാലമായിട്ട് നടക്കുന്നില്ല എന്ന പരാതിയും KSU ഉയർത്തുന്നുണ്ട്. പക്ഷേ 2 ദിവസത്തിനകം തന്നെ മൊഴിയെടുക്കുമെന്നാണ് ഇപ്പോൾ ഗോകുൽ ഗുരുവായൂർ വ്യക്തമാക്കിയത്. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള ഒരു തിരിച്ചടി KSU പ്രതീക്ഷിക്കുന്നുണ്ട്, അത് പോലീസും പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തൃശൂർ DCC ഓഫീസിന്റെ പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ജേസൺ ചാമ്പോളപ്പിലാണ് വിവരങ്ങൾ നൽകുന്നത്. BJPയുടെ ഓഫീസിലേക്ക് പോകുന്ന വഴിയിൽ ആ ബോർഡിന് താഴെയാണ് ഇപ്പോൾ ഒരു പുതിയ ബോർഡ്, ഒരു ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. അവിടെ കള്ളപ്പണ വിതരണ കേന്ദ്രം എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്, അങ്ങോട്ടുള്ള വഴി എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഫ്ലെക്സ് സ്ഥാപിച്ചിരിക്കുന്നത്. മുൻ ഓഫീസ് സെക്രട്ടറി P. അക്ഷയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു പ്രതിഷേധം. അതിൽ പിന്നീട് അന്വേഷണം ഉണ്ടാകുന്നില്ല എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ KSUവിന്റെ പ്രതിഷേധമുണ്ടാകുന്നത്.